നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. ക്ഷീണിതയാകുമ്പോൾ പ്രത്യാശഗാനങ്ങൾ എന്നാവിലെന്നും ഉയർന്നിടുമേ. ക്ഷീണിതയാകുമ്പോൾ പ്രത്യാശഗാനങ്ങൾ എന്നാവിലെന്നും ഉയർന്നിടുമേ. കുശവന്റെ കൈയാൽ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലെന്നേ. കുശവന്റെ കൈയാൽ പണിതിടും നേരം മറ്റാരും അറിഞ്ഞില്ലെന്നേ. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. വന്മഴ പെയ്തു നദികൾ പൊങ്ങി എൻ വീടിന്മേൽ കാറ്റടിച്ചു. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി. തളർന്നു പോകാതെ കരുതലിൻ കരം നീട്ടി. നടത്തിയ വഴികൾ നീ ഓർത്താൽ വന്മഴ പെയ്യട്ടെ നദികൾ പൊങ്ങട്ടെ എൻ വീടിന്മേൽ കാറ്റടിച്ചിടട്ടെ. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 6-ാം അധ്യായം 8ഉം 9ഉം വാക്യങ്ങൾ നമുക്ക് വായിച്ചു കേൾക്കാം. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹയുടെ വംശപാരമ്പര്യം എന്തെന്നാൽ നോഹ നീതിമാനും തന്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹയെക്കുറിച്ചാണ് കഴിഞ്ഞ ചില അവസരങ്ങളിലായി നാം ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത്. അന്ത്യനാള് നോഹയുടെ കാലം പോലെയാകുമെന്ന് നമ്മുടെ കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നോഹയെക്കുറിച്ച്, നോഹയുടെ ജീവിതത്തെക്കുറിച്ച്, നോഹയുടെ ജീവിതത്തിൻ്റെ സന്ദേശത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ നാം ഇങ്ങനെ ധ്യാനിച്ച് വരികയായിരുന്നു. നോഹയെക്കുറിച്ചുള്ള ഏറ്റവും ഗൗരവമേറിയ ദൈവീകമായ ഒരു സർട്ടിഫിക്കറ്റാണ് ഇപ്പോൾ നാം വായിച്ചു കേട്ടത്. എന്നാൽ നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹ നീതിമാനും തൻ്റെ തലമുറയിൽ നിഷ്കളങ്കനുമായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നോഹ നീതിമാനായിരുന്നു. നോഹ നിഷ്കളങ്കനായിരുന്നു. നോഹ കുറ്റമറ്റവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, കുറ്റമില്ലാത്തവനായിരുന്നു, പാപമില്ലാത്തൊരു മനുഷ്യൻ. എന്താണ് പറഞ്ഞതിൻ്റെ അർത്ഥം? ഈ ലോകത്ത് ജനിച്ചിട്ടുള്ള യാതൊരാളും പാപമില്ലാത്തവരല്ല. യേശുക്രിസ്തു ഒഴികെ സകലരും പാപികളാണ്. എന്നാൽ ഇവിടെ നിഷ്കളങ്കൻ എന്ന് പറഞ്ഞിരിക്കുന്ന വാക്ക്
പാപമില്ലാത്തവൻ എന്നുള്ള അർത്ഥത്തിലല്ല, നേരെ മറിച്ച് പാപം മനസ്സറിഞ്ഞ് വരാൻ സമ്മതിക്കാത്തവനെന്നാണ്. മനസ്സറിഞ്ഞൊരു പാപം വരാത്തവനാണ്. ഒരു കാരണവശാലും ആര് നോക്കിയാലും പാപം എന്ന് പറയുന്ന യാതൊന്നും കാണാനില്ലാത്ത വിധത്തിൽ തന്നെ നിഷ്കളങ്കനായി സൂക്ഷിക്കുന്നതിനായിരുന്നു നോഹ. നോഹ നിഷ്കളങ്കനായിരുന്നു, കളങ്കമില്ലാത്തവനായിരുന്നു, കറവിരളാത്തവനായിരുന്നു, ജീവിതത്തിൽ തെറ്റ് പറ്റരുത് എന്ന് നിർബന്ധമുള്ളവനായിരുന്നു. ആ തലമുറയാകട്ടെ വഷളത്ത് നിറഞ്ഞ തലമുറയായിരുന്നു, തിന്മ നിറഞ്ഞ തലമുറയായിരുന്നു, അതിക്രമവും അക്രമവും നിറഞ്ഞ തലമുറയായിരുന്നു. അന്നത്തെ ആ കാലഘട്ടത്തിൽ സകല മനുഷ്യരും തിന്മയിലേക്ക് ആണ്ടുപോയിരുന്നു. നാം വായിക്കുന്നുണ്ട്, 6-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് നാം വായിക്കുന്നുണ്ട്, മനുഷ്യരെല്ലാവരും ദുഷ്ടത നിറഞ്ഞവരായിപ്പോയി എന്ന്. 5-ാം വാക്യം അങ്ങനെയാണ് വായിക്കുന്നത്. ഭൂമിയിൽ മനുഷ്യന്റെ ദുഷ്ടത വലിയതെന്നും മനുഷ്യൻ്റെ ദുഷ്ടത വലിയതെന്നും അവന്റെ ഹൃദയവിചാരങ്ങളെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. മനുഷ്യൻ്റെ ഹൃദയ വിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്നും യഹോവ കണ്ടു. ഭൂമിയിൽ മനുഷ്യൻ്റെ ദുഷ്ടത വലിയതായിപ്പോയി. അക്രമം പെരുകി, അനീതി, അഴിമതി, എല്ലാ രംഗങ്ങളിലും അഴിഞ്ഞാട്ടം തുടങ്ങി. യഹോവ ദുഃഖിച്ചു എന്നാണ് പറയുന്നത്. യഹോവയുടെ ഹൃദയത്തിന് ദുഃഖമായി, ജീവനുള്ള ദൈവത്തിൻ്റെ ഹൃദയത്തിന് ദുഃഖമായി എന്നാണ് പറയുന്നത്. മനുഷ്യൻ്റെ ഹൃദയവിചാരങ്ങളുടെ നിരൂപണമൊക്കെയും എല്ലായ്പ്പോഴും ദോഷമുള്ളതത്രയെന്ന് യഹോവ കണ്ടു. താൻ ഭൂമിയിൽ മനുഷ്യനെ ഉണ്ടാക്കുക കൊണ്ട് യഹോവ അനുതപിച്ചു, അവൻ്റെ ഹൃദയത്തിന് ദുഃഖമുണ്ടായി. ഞാൻ സൃഷ്ടിച്ചിട്ടുള്ള മനുഷ്യനെ ഈ ഭൂമിയിൽ നശിപ്പിച്ചു കളയും, മനുഷ്യനെയും മൃഗത്തെയും ഇഴജാതിയെയും ആകാശത്തിലെ പക്ഷികളെയും തന്നെ അവയെ ഉണ്ടാക്കുക കൊണ്ട് ഞാൻ അനുതപിക്കുന്നു എന്ന് യഹോവ അരുളി ചെയ്തു. ഇത്രയും പറഞ്ഞു കഴിഞ്ഞ് അടുത്ത വാക്യം പറയുന്നതാണ്, എല്ലാവരും അതിക്രമത്തിൽ ആണ്ടുപോയപ്പോൾ, എല്ലാവരും അഴിമതിയിലും അനീതിയിലും അശുദ്ധിയിലും തിന്മയിലും മ്ലേച്ഛതയിലും പൂണ്ടുപോയപ്പോൾ, അന്ന് ഒരാൾ നീതിമാനായി നിന്നു, ഒരാൾ നിഷ്കളങ്കനായി നിന്നു. നോഹ ഒരാൾ കളങ്കമേശാത്തവനായി നിന്നു, ജീവിതത്തിൽ ചെളി പുരളാത്തവനായി നിന്നു. നോഹയ്ക്ക് ദൈവത്തിൻ്റെ കൃപ ലഭിച്ചു. സമൂഹം മുഴുവനും തിന്മയിലേക്ക് അതിവേഗത്തിൽ ശീഘ്രഗമനം ചെയ്യുമ്പോൾ, സമൂഹത്തിലുള്ള മനുഷ്യരെല്ലാവരും തിന്മയിലേക്ക് ആണ്ടുപോകുമ്പോൾ, എല്ലാവരും ദോഷ വഴികളിലേക്ക് തിരിഞ്ഞു പോകുമ്പോൾ, ഒരാൾ ദോഷം പറ്റരുതെന്ന് വിചാരിച്ച് നിന്നാൽ അവൻ്റെ മേൽ സകല കൃപയും പകരും. എല്ലാ ദൈവിക നന്മകളും ദൈവിക വരപ്രസാദങ്ങളും അവന് ലഭിക്കും. നോഹയ്ക്ക് ദൈവത്തിന് കൃപ ലഭിച്ചു. നാം വായിക്കുന്നു, നോഹയ്ക്ക് യഹോവയുടെ കൃപ ലഭിച്ചു. നോഹ ആ തലമുറയിൽ നീതിമാനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു. നോഹ ദൈവത്തോട് കൂടെ നടന്നു. നീതിമാനായ ഒരാളുണ്ടെങ്കിൽ അവന് ദൈവത്തോടുകൂടെ നടക്കാം. നിഷ്കളങ്കനായ ഒരാളുണ്ടെങ്കിൽ അവന് ദൈവത്തോട് നടക്കാം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ദയവായി ശ്രദ്ധിക്കൂ. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തോട് കൂടെ നമുക്ക് നടക്കാൻ താല്പര്യമുണ്ടോ? എൻ്റെ കർത്താവേ, ദൈവത്തോടു കൂടെ എനിക്ക് നടക്കണം. 24 സങ്കീർത്തനം നാം വായിച്ച് കേൾക്കുന്നു, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. ദൈവം കൂടെ ഉണ്ടെങ്കിൽ അനർത്ഥങ്ങളെ ഭയപ്പെടേണ്ടി വരികയില്ല. ഈ ലോക ജീവിതത്തിൽ ആപത്തുകളുണ്ട്. ഈ ലോക ജീവിതത്തിൽ നമുക്കെല്ലാം അനർത്ഥങ്ങളുണ്ട്. നമുക്കെല്ലാവർക്കും അത്യാഹിതങ്ങൾ സംഭവിക്കാം. നമുക്കെല്ലാവർക്കും രോഗങ്ങൾ സംഭവിക്കാം. ആർക്കാണ് അതിൽ നിന്ന് ഒഴിവുള്ളത്? എല്ലാ വിധത്തിലുമുള്ളതായ ആപത്തുകളും അനർത്ഥങ്ങളും അപകടങ്ങളും നാശങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും എല്ലാം മനുഷ്യർക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ എല്ലാ പ്രതിസന്ധികളുടെയും പ്രശ്നങ്ങളുടെയും നടുവിൽ അവയെ പുഞ്ചിരിയോടെ അഭിമുഖീകരിച്ചുകൊണ്ട് നിൽക്കാനൊരു ദൈവവേദനന് സാധിക്കും. കാരണം ദൈവം കൂടെയുണ്ട് എന്നുള്ളതായ ധൈര്യം. എന്ത് സംഭവിച്ചാൽ എന്താണ്? എൻ്റെ ജീവിതം ഞാൻ യേശുവിന് കൊടുത്തതല്ലേ? എൻ്റെ ആയുസ് ഞാൻ യേശുവിന് കൈമാറിയതല്ലേ? എൻ്റെ ഈ ശരീരവും എൻ്റെ മനസ്സും എൻ്റെ ആത്മാവും മുഴുവനായി എൻ്റെ രക്ഷകനും വീണ്ടെടുപ്പുകാരനുമായ യേശുവിന് ഞാൻ കൊടുത്തതല്ലേ? അതുകൊണ്ട് എന്തു വന്നാലും എൻ്റെ യേശു അറിയാതെ ഒന്നും വരികയില്ല എന്നുള്ള ഒരു ധൈര്യം നമുക്ക് ലഭിക്കും. കൂരിരുളിൻ്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് പറഞ്ഞു. കൂരിരുൾ താഴ്വര എന്ന് പറഞ്ഞത് ഇംഗ്ലീഷിൽ നിന്ന് നേരെ തർജ്ജമ ചെയ്താൽ മരണനിഴൽ താഴ്വര എന്നാണ് പറയുന്നത്.
മരണനിഴൽ താഴ്വരയിൽ കൂടി നടന്നാലും, മരണത്തിൻ്റെ നിഴലാണ്ട താഴ്വരയിൽ കൂടി നടക്കേണ്ടി വന്നാലും, മരണം അരിച്ചരിച്ച് കയറുന്ന ദുരിതപൂരിതമായ അനുഭവങ്ങളിലൂടെ പോകേണ്ടി വന്നാലും, കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാൻ ഒരനർത്ഥവും ഭയപ്പെടുകയില്ല, നീ എന്നോട് കൂടെ ഇരിക്കുന്നുവല്ലോ. പ്രിയപ്പെട്ടവരെ, ഈ ജീവനുള്ള ദൈവം കൂടെ ഉണ്ട് എന്നുള്ളതായ ധൈര്യം നോഹയ്ക്ക് ലഭിച്ച ഭാഗ്യം അതാണ്. ദൈവത്തോടുകൂടെ നടക്കുകയായിരുന്നു, ദൈവത്തോടുകൂടെ നടന്നു. ഇന്ന് ദൈവത്തോട് നടക്കുക എന്ന് പറയുന്നത് എന്താണ് എന്ന് നമുക്കല്പം വിശദമായി ചിന്തിക്കാൻ തുടങ്ങാം. ദൈവത്തിന് സ്തോത്രം. വേദപുസ്തകത്തിൽ ദൈവത്തോട് നടക്കുക എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദീകരണ പ്രസ്താവനകൾ ഏറ്റവും കൂടുതലുള്ളത് എഫേസ്യ ലേഖനത്തിലാണ്. എഫേസ്യ ലേഖനത്തിൽ എങ്ങനെയാണ് നിങ്ങൾ നടന്നു വന്നത്, നിങ്ങൾ എങ്ങനെയാണ് നടക്കരുതാത്തത്, നിങ്ങൾ ഇനി എങ്ങനെ നടക്കണം, എങ്ങനെ നടന്നു, എങ്ങനെ നടക്കരുത്, എങ്ങനെ നടക്കണം. നടക്കുക എന്നുള്ളതാണ് എഫേസ്യ ലേഖനത്തിൻ്റെ മുദ്രാവാക്യം, കീവേഡ്, താക്കോൽ വാക്ക്. എഫേസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് എഴുതിയ ലേഖനങ്ങൾ 14 ഉള്ളതിൽ ഏറ്റവും വലിയ ആത്മനിറവുള്ള ലേഖനമാണ് എഫേസ്യ ലേഖനം. എങ്ങനെയാണ് ഒരുവൻ ദൈവത്തോട് നടക്കുന്നത് എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. നിങ്ങൾ എങ്ങനെ നടന്നു വന്നവരാണ്, എങ്ങനെ നടന്നു, നിങ്ങളിനി എങ്ങനെ നടക്കരുത്, നിങ്ങളിനി എങ്ങനെ നടക്കണം. 3 കാര്യങ്ങളാണ് എഫേസ്യ ലേഖനത്തിൽ പറയുന്നത്. വേറെ വിധത്തിൽ പറഞ്ഞാൽ, എഫേസ്യ ലേഖനം ശരിയായി പഠിക്കാൻ തുടങ്ങിയാൽ എഫേസ്യ ലേഖനത്തിൽ 4 ആശയങ്ങൾ കാണാം. 4 ആശയങ്ങൾ. 1, സഭയെക്കുറിച്ചുള്ളതായ ആശയങ്ങളാണ്. സഭ, ക്രിസ്തുവിൻ്റെ സഭ, സഭ എങ്ങനെയുള്ളതാണ് എന്ന് എഫേസ്യ ലേഖനത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ ആ സഭ എങ്ങനെയുള്ളത് എന്ന് പറഞ്ഞിട്ട് ആ സഭയുടെ മക്കൾ എങ്ങനെ നടക്കണമെന്നാണ് പറയുന്നത്. എങ്ങനെ നടന്നവരായിരുന്നു, എങ്ങനെ നടക്കരുത്, എങ്ങനെ നടക്കണം. സഭ എങ്ങനെയുള്ളതാണ്, എന്താണ് സഭ? എഫേസ്യ ലേഖനത്തിൽ പറയുന്നത് ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഫിൽഡ് വിത്ത് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. ക്രിസ്തുവിൻ്റെ ജീവൻ നിറഞ്ഞിരിക്കുന്ന, ക്രിസ്തുവിൻ്റെ ജീവൻ തുടിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്നു സഭ. ദ ബോഡി ഓഫ് ക്രൈസ്റ്റ് ഫിൽഡ് വിത്ത് ദ ലൈഫ് ഓഫ് ക്രൈസ്റ്റ്. ക്രിസ്തുവിൻ്റെ ജീവൻ നിറഞ്ഞിരിക്കുന്നതായ ക്രിസ്തുവിൻ്റെ ശരീരമാണ് സഭ. രണ്ടാമത് പറയും ദ ടെമ്പിൾ ഓഫ് ഗോഡ് ഫിൽഡ് വിത്ത് ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് സഭ. ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്ന ദ ടെമ്പിൾ ഓഫ് ഗോഡ് ഫിൽഡ് വിത്ത് ദി ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ ആലയമാണ് സഭ. മൂന്നാമത് പറയും ദ ബ്രൈഡ് ഓഫ് ഗോഡ് ഫിൽഡ് വിത്ത് ദ ലവ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മണവാട്ടിയാണ്, അത് ദൈവത്തിൻ്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്ന ദൈവത്തിൻ്റെ മണവാട്ടിയാണ്. ദ ബ്രൈഡ് ഓഫ് ഗോഡ് ഫിൽഡ് വിത്ത് ദ ലവ് ഓഫ് ഗോഡ്. നാലാമത് പറയും ദ മൈറ്റി ആർമി ഓഫ് ഗോഡ് ഫിൽഡ് ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തമായ ശക്തിയുറ്റ സൈന്യമാണ് സഭ. ദൈവത്തിൻ്റെ സൈന്യമാണ്, ദൈവത്തിൻ്റെ ശക്തിയുറ്റ സൈന്യമാണ്. ദ മൈറ്റി ആർമി ഓഫ് ഗോഡ് ഫിൽഡ് ദ പവർ ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ ശക്തി നിറഞ്ഞിരിക്കുന്നതായ ദൈവത്തിൻ്റെ സ്വർഗീയ സൈന്യമാണ് സഭ എന്ന്. ദൈവത്തിന് സ്തോത്രം. 1, ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. ക്രിസ്തുവിൻ്റെ ശരീരം, ക്രിസ്തുവിൻ്റെ ജീവൻ തുടിക്കുന്ന ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭ. 2, ക്രിസ്തുവിൻ്റെ മഹത്വം നിറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ആലയമാകുന്ന സഭ. 3, ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ മണവാട്ടിയാകുന്ന സഭ. 4, ക്രിസ്തുവിൻ്റെ ശക്തി നിറഞ്ഞിരിക്കുന്ന ക്രിസ്തുവിൻ്റെ സൈന്യമാകുന്ന സഭ. ഇതിനെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെയുള്ള സഭ എങ്ങനെയാണ് നടക്കേണ്ടതെന്നാണ് പറയുന്നത്. എങ്ങനെ നടന്നു വന്നു, എങ്ങനെ നടക്കരുത്, എങ്ങനെ നടക്കണം. എഫേസ്യ ലേഖനത്തിൽ കാണാം, നമുക്ക് വായിക്കാം. എഫേസ്യ ലേഖനം 2-ാം അധ്യായം ആദ്യത്തെ വാക്യങ്ങൾ വായിക്കാം. നിങ്ങളെങ്ങനെ നടന്നവരാണ്, നിങ്ങളെങ്ങനെ നടന്നവരാണെന്നാണ് പറയുന്നത്. സഭ എങ്ങനെ നടന്നവരാണ്, വായിക്കാം. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും ക്രിസ്തു ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെയും ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവയിൽ ഏവയിൽ അതിക്രമങ്ങളിലും പാപങ്ങളിലും നിങ്ങൾ മുൻപേ, നിങ്ങൾ എങ്ങനെയാണ് നടന്നത്? അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിന്റെ കാലഗതിയെയും, ഈ ലോകത്തിൻ്റെ കാലഗതിക്കൊത്തവണ്ണം നടന്നു, ലോകത്തിനൊത്തതുപോലെ നടന്നു.
ലോകമനുഷ്യരുടെ പ്രസാദത്തിനൊത്തവണ്ണം നടന്നു, ലോകമനുഷ്യരുടെ പ്രീതിക്കൊത്തവണ്ണം നടന്നു, ലോകത്തിൻ്റെ മാന്യതയ്ക്കൊത്തവണ്ണം നടന്നു, ലോകത്തിൻ്റെ മര്യാദയ്ക്കൊത്തതുപോലെ നടന്നു, ലോകത്തിൻ്റെ ഗതിക്കൊത്തതുപോലെ നടന്നു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് നടന്നു. കാലഗതി അനുസരിച്ച് കാലത്തിനൊത്തതുപോലെ, ലോകത്തിനൊത്തതുപോലെ, ലോകത്തിൻ്റെ ഗതി വിഗതികൾക്കൊത്തതുപോലെ നടന്നു. അവയിൽ നിങ്ങൾ മുൻപേ ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് നടന്നു. ആകാശത്തിലെ അധികാരത്തിനും അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിന് അധിപതിയായ സാത്താനെ അനുസരിച്ച് നടന്നു, പിശാചിനെ അനുസരിച്ച് നടന്നു. നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്നപ്പോൾ നിങ്ങൾ നടക്കുകയായിരുന്നു. മരിച്ചു കിടന്നപ്പോൾ നടന്നു എന്നാണ് പറയുന്നത്. അതിക്രമങ്ങളിലും പാപങ്ങളിലും നിങ്ങൾ മരിച്ചു കിടന്നപ്പോൾ നിങ്ങൾ നടന്നു, ഈ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് നടന്നു. അന്ന് നിങ്ങൾ സാത്താനെ അനുസരിച്ച് നടന്നു. അനുസരണക്കേടിൻ്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിൻ്റെ അധിപതിയായ പൈശാചികനൊത്തതുപോലെ നിങ്ങൾ നടന്നു. പൈശാചികനെ അനുസരിച്ച് നടന്നു, സാത്താനെ അനുസരിച്ച് നടന്നു. 1, നിങ്ങൾ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് നടന്നു. 2, നിങ്ങൾ സാത്താനെ അനുസരിച്ച് നടന്നു. 3, അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനൊത്തതുപോലെ നടന്നു, ലോകത്തിൻ്റെ ഗതി അനുസരിച്ച് നടന്നു, പിശാചിൻ്റെ ഇഷ്ടപ്രകാരം നടന്നു, ജഡത്തിൻ്റെ മോഹങ്ങൾക്കൊത്തതുപോലെ നടന്നു. അങ്ങനെയൊരു കാലം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് നടന്നത്. ദൈവത്തോട് നടന്നവരല്ല. ആ കാലം അങ്ങനെയായിരുന്നു. ഒരു പഴയ കാലം നമുക്കുണ്ട്. പ്രിയപ്പെട്ടവരെ, നമുക്കും അങ്ങനെ ഇല്ലേ? ഒന്ന് ഓർത്തു നോക്കൂ. നിങ്ങൾ ഈ വചനം കേൾക്കുന്നതിന് മുൻപ്, നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വായിക്കുന്നതിന് മുൻപ്, നിങ്ങൾക്കൊരു മാനസാന്തരം കിട്ടുന്നതിന് മുൻപ് നിങ്ങളുടെ എല്ലാം ജീവിതം എങ്ങനെയായിരുന്നു? ലോകത്തിൻ്റെ മാന്യതയ്ക്ക് വേണ്ടി, ലോകരുടെ ഇടയിലുള്ള ജീവിതത്തിന് വേണ്ടി, സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടി, ആഡംബര ജീവിതത്തിന് വേണ്ടി, സന്തോഷങ്ങൾക്ക് വേണ്ടി, ജഡിക ഉല്ലാസങ്ങൾക്ക് വേണ്ടി, ജഡമോഹങ്ങൾക്ക് വേണ്ടി, പൈശാചികൻ്റെ ഇഷ്ടം നിവർത്തിച്ചുകൊണ്ട് തിന്മ ചെയ്യാനും മടിയില്ലാതെ, ഏതൊരു വൃത്തികേടിലേക്കും പോകാൻ മടിയില്ലാതെ, ഏത് ലജ്ജാകരമായ കാര്യവും ചെയ്യുവാൻ മടിയില്ലാതെ, എല്ലാം ഒരു സമയത്ത് രഹസ്യമായും പിന്നീട് ചിലപ്പോൾ പരസ്യമായും തിന്മയിൽ വീഴുവാൻ മടിയില്ലാതെ ജീവിച്ച കാലങ്ങൾ. ഇങ്ങനെയെല്ലാമായിരുന്നു പഴയ കാലങ്ങൾ. ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് നടന്നു, സാത്താനെ അനുസരിച്ച് നടന്നു, ജഡമോഹങ്ങളിൽ നടന്നു. ഒരു പഴയ കാലം. അവയിൽ നിങ്ങൾ മുൻപേ ലോകത്തിൻ്റെ കാലഗതി അനുസരിച്ച് നടന്നു. അവയിൽ നിങ്ങൾ മുൻപേ സാത്താനെ അനുസരിച്ച് നടന്നു. അവയിൽ നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും നിങ്ങൾ മുൻപേ ജഡമോഹങ്ങളിൽ നടന്നു. ദൈവത്തിന് സ്തോത്രം. അന്ന് നിങ്ങൾ എങ്ങനെയുള്ളവരായിരുന്നെന്ന് അപ്പോസ്തലനോട് താഴെ പറയുന്നുണ്ട്. ആ 2-ാം അധ്യായത്തിൽ, എഫേസ്യരിലെ 2-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ പാരഗ്രാഫ് വായിച്ചു തുടങ്ങാം. ആകയാൽ നിങ്ങൾ മുമ്പേ പ്രകൃതിയാൽ ജാതികളായിരുന്നു. ഇന്ന് നിങ്ങൾ വിശ്വാസികളാണ്. അന്നോ നിങ്ങൾ പ്രകൃതിയാൽ, നിങ്ങളുടെ സ്വഭാവത്തിൽ നിങ്ങൾ ജാതികളായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു, ദൈവബോധമില്ലാത്തവരായിരുന്നു, ജാതികളായിരുന്നു. പ്രകൃതി കൊണ്ട് നിങ്ങൾ ജാതികളായിരുന്നു, പുറജാതികളെ പോലെ ജീവിച്ചവരായിരുന്നു, ദൈവമില്ലാത്തവരായിരുന്നു. ജഡത്തിൽ കയ്യാലുള്ള പരിച്ഛേദനയേറ്റ് പരിച്ഛേദനക്കാർ എന്ന പേരുള്ളവരാൽ അഗ്രചർമ്മക്കാർ എന്ന് വിളിക്കപ്പെട്ടിരുന്നു. അതെ, നിങ്ങൾ യഹൂദന്മാരെ നിങ്ങളെ അഗ്രചർമ്മക്കാർ എന്ന് വിളിച്ചിരുന്നതായ ഒരു കാലം ഉണ്ടായിരുന്നു. പുറജാതികളായിരുന്നു. അക്കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരും. അന്ന് നിങ്ങൾ ക്രിസ്തുവിനെ ഒരു പരിചയവുമില്ലായിരുന്നു. ക്രിസ്തു ആരാണ്? ക്രിസ്തു അങ്ങനെയൊന്നും ഉണ്ടോ? അങ്ങനെ ഒരാളുണ്ടോ? എന്താണ് ഈ പറയുന്നത്? ഒന്നും ചിന്തയുണ്ടായിരുന്നില്ല. അക്കാലത്ത് അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന ആ കാലത്ത് നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു, ക്രിസ്തുവില്ലാത്തവരായിരുന്നു. ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരും. ആ കാലത്ത് നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന ആ കാലത്ത് നിങ്ങൾക്ക് ഇസ്രായേൽ പൗരതയോട് സംബന്ധം ഉണ്ടായിരുന്നില്ല. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് അന്യരും. വാഗ്ദത്തത്തിന്റെ നിയമങ്ങൾക്ക് നിങ്ങൾ അന്യരായിരുന്നു. ദൈവിക വാഗ്ദത്തങ്ങളുടെ നിയമങ്ങൾക്ക്, ദൈവത്തിൻ്റെ നിയമങ്ങൾക്ക്, ദൈവത്തിൻ്റെ കവനൻസ്, ദൈവത്തിൻ്റെ ഉടമ്പടികൾക്ക് നിങ്ങൾ അന്യരായിരുന്നു. പ്രത്യാശയില്ലാത്തവരും. ആ കാലത്ത് നിങ്ങൾ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു കിടന്ന ആ കാലത്ത് നിങ്ങൾ പ്രത്യാശയില്ലാത്തവരായിരുന്നു. ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നുവെന്ന് ഓർത്തുകൊള്ളുവിൻ. ലോകത്തിൽ ദൈവമില്ലാത്തവരും ആയിരുന്നുവെന്ന് നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. ദൈവത്തിന് സ്തോത്രം. ഒരു പഴയ കാലം ഉണ്ടായിരുന്നു. സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു? ഒരു സമയത്ത് എങ്ങനെയായിരുന്നു? പേരിന് നമസ്കാരം ഉണ്ടായിരുന്നിരിക്കും, പേരിന് പള്ളിയിൽ പോകുമായിരിക്കും, പേരിന് കൂട്ടായ്മയിലൊന്ന് വചനം കേൾക്കുമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ഒരു ദൈവവുമായൊരു ബന്ധമുണ്ടായിരുന്നുവോ? നിങ്ങളുടെ ജീവിതത്തിൽ പാവം വിട്ട് ജീവിക്കണം എന്നുള്ളതായ നിർബന്ധമുണ്ടായിരുന്നുവോ? നിങ്ങൾ ചില ദുശ്ശീലങ്ങൾ കുടുങ്ങിയിരുന്നില്ലേ? മദ്യപാനത്തിൽ കുടുങ്ങിയിരുന്നവരില്ലേ? കൊള്ളരുതാത്ത ബന്ധങ്ങളിൽ കുടുങ്ങി ജീവിച്ചവരില്ലേ? വ്യഭിചാര ജീവിതം നയിച്ചവരില്ലേ? ഏറ്റവും ഹീനവും മ്ലേച്ഛവുമായ ജീവിതം നയിച്ചവരില്ലേ? അക്രമങ്ങളും അഴിമതിയും ചെയ്യുവാൻ ഒരു മടിയുമില്ലാത്തവർ ഇല്ലേ? പ്രിയപ്പെട്ടവരെ, ദുശ്ശീലങ്ങളിൽ കുടുങ്ങിയവരില്ലേ? കഞ്ചാവിൻ്റെ അടിമകളായി തീർന്നവരില്ലേ?
ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്നേഹിതരെ, ഓർത്തു നോക്കൂ പഴയ കാലങ്ങൾ. അതാണ് പറയുന്നത്, വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനികർപ്പത്തിലേക്ക് തിരിഞ്ഞു നോക്കുവീനെന്ന് യെശയ്യാ പ്രവാചകൻ പറയുന്നത്. യെശയ്യാ 52-ാം അധ്യായത്തിൽ കാണാം, വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത കനികർപ്പത്തിലേക്ക് തിരിഞ്ഞു നോക്കുവീൻ. വെട്ടിയെടുത്തൊരു പാറയുണ്ട്, കുഴിച്ചെടുത്ത കനികർപ്പമുണ്ട്. എങ്ങനെയാണത്? ഏത് കനികർപ്പത്തിൽ നിന്നാണ് കുഴിച്ചെടുത്തത്? അന്ന് നാം ദൈവമില്ലാത്തവരായിരുന്നു, അന്ന് നാം ദൈവിക ബോധമില്ലാത്തവരായിരുന്നു, അന്ന് ഭക്തി എന്തായെന്ന് അറിഞ്ഞുകൂടായിരുന്നു. യേശു കുരിശിൽ മരിച്ചു എന്ന് കേൾക്കുന്നു, എന്താണ് അതിൻ്റെ അർത്ഥം ചിന്തിച്ചിട്ടില്ല. യേശു വീണ്ടും വരുമെന്ന് പറയുന്നു, അതൊന്നും ഗവനിച്ചിട്ടേയില്ല. എല്ലാം പ്രാർത്ഥനകൾ ചൊല്ലി തയ്ക്കും, നമസ്കാരങ്ങൾ ചൊല്ലി തയ്ക്കും, എല്ലാം ഉരുവിട്ട് തയ്ക്കും. പ്രിയപ്പെട്ടവരെ, ചില ചടങ്ങുകൾ ആചരിക്കും, ചില ആചാരങ്ങൾ അനുഷ്ഠിക്കും, ചില വ്യർത്ഥമായ ആശയഗതികൾ വെച്ച് പുലർത്തിക്കൊണ്ടിരിക്കും. എന്നാൽ സജീവമായ ആത്മീയ ജീവിതം എന്ത് എന്നതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പോലും ഇല്ലാത്ത കാലം. ആ കാലത്ത് നിങ്ങൾ ദൈവമില്ലാത്തവരായിരുന്നു, നിങ്ങൾ ക്രിസ്തുവിനെ കൂടാതെയുള്ളവരായിരുന്നു, ഇസ്രായേൽ പൗരതയോട് സംബന്ധമില്ലാത്തവരായിരുന്നു, നിങ്ങൾ വാഗ്ദത്തത്തിൻ്റെ നിയമങ്ങൾക്ക് അന്യരായിരുന്നു. പ്രിയപ്പെട്ടവരെ, എത്രയോ പ്രാകൃതമായൊരു കാലമായിരുന്നു. എന്നാൽ ദൈവത്തിന് നമ്മിൽ തൻ്റെ കൃപ പകരുവാൻ തിരുമനസ് തോന്നി. ദൈവം തിരുമനസ്സായി, അവിടുന്ന് അതിൻ്റെ കൃപ നമുക്ക് തന്നു. അത് നമുക്ക് ആദ്യത്തെ വാക്യങ്ങൾ വായിക്കാം, 3-ാം വാക്യം മുതൽ വായിക്കാം. 2-ാം അധ്യായം 3-ാം വാക്യം മുതൽ. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു, ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തും കൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. മറ്റുള്ളവരെ പോലെ നമ്മുടെ സ്വഭാവം കൊണ്ട് കോപത്തിന്റെ മക്കളായിരുന്നു. കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും. ദൈവമേ, എന്താണ് പറഞ്ഞത്? അതിക്രമങ്ങളാൽ മരിച്ചവരായ നമ്മെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അതിക്രമങ്ങളാൽ മരിച്ചു പോയിരുന്നു, നമ്മുടെ പാപങ്ങളാൽ നാം മരിച്ചു പോയിരുന്നു. പാപത്തിൻ്റെ ശമ്പളമായ മരണം നമ്മിൽ വാണിരുന്നു. പാപം മൂലം നാം മരിച്ചു പോയിരുന്നു. ആ മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. യാക്കോബ് ശ്ലീഹ പറയും, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, മോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്നു, പാപം മുഴുത്തിട്ട് മരണത്തെ പെറുന്നു. പ്രിയപ്പെട്ടവരെ, മരണത്തിൻ്റെ വിഷമുള്ള പാപമെന്ന് കോരിന്ത്യർ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും. 15-ാം അധ്യായത്തിൽ മരണത്തിൻ്റെ വിഷമുള്ള പാപമെന്ന് വിഷമുള്ളേറ്റ് മനുഷ്യൻ മരിച്ചു പോയിരുന്നു. അങ്ങനെ ആത്മാവിൽ മരിച്ചു കിടന്നവരായി നമ്മെ കരുണാസമ്പന്നനായ ദൈവമോ, ഒന്നുകൂടെ വായിക്കാം, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിക്കുകയും ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിക്കുകയും കൃപയാലത്രേ നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുയേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തുയേശുവിൽ അവനോടുകൂടെ ക്രിസ്തുവിനോടുകൂടെ നമ്മെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ നമ്മെ ഇരുത്തുകയും ചെയ്തു. ദൈവത്തിന് സ്തോത്രം. ആത്മാവ് മരിച്ചു കിടന്നു, ഈ ആത്മാവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആത്മാവിനെ പരിശുദ്ധാത്മാവ് പറപ്പിച്ചു കൊണ്ടുപോയി സ്വർഗത്തിൽ കൊണ്ടുപോയി ഇരുത്തി. പ്രിയപ്പെട്ടവരെ, എന്താണ് ജീവനുള്ള ക്രിസ്തു ചെയ്തത് നാം അറിയുന്നുണ്ടോ? ഈ പദവി നാം ഗ്രഹിക്കുന്നുണ്ടോ? നമ്മെ സ്നേഹിച്ച മഹാസ്നേഹം നിമിത്തം അതിക്രമങ്ങളിൽ നാം മരിച്ചു കിടക്കുകയായിരുന്നു. മരിച്ചു കിടന്ന് നമ്മെ അവൻ ഉയർത്തെഴുന്നേൽപ്പിച്ചു. ആത്മാവിൽ മരിച്ചു കിടക്കുകയായിരുന്നു. ഒരു കാരണവശാലും ദൈവരാജ്യത്തിൽ ചെല്ലുവാൻ യോഗ്യരല്ലായിരുന്നു. നാം നിത്യ നരകത്തിലേക്ക് അങ്ങ് ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു, നാശത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരിക്കലും തിരിച്ചു വരാൻ പാടില്ലാത്ത നിത്യ നരകാഗ്നിയിലേക്ക് നാം ഒഴുകുകയായിരുന്നു. എന്നാൽ കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ തടുത്തു നിർത്തി. അവന് നമ്മോട് കരുണ തോന്നി, നിത്യസ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചു. അവന് നമ്മോട് കരുണ തോന്നി, ഉദാരമായി നമ്മെ സ്നേഹിച്ചു, അത്യുജ്വല സ്നേഹം കൊണ്ട് നമ്മെ സ്നേഹിച്ചു. അവൻ നമുക്ക് വേണ്ടി തൻ്റെ ഏകജാതനായ തിരുക്കുമാരനെ നമുക്ക് വേണ്ടി കുരിശിലർപ്പിക്കുവാൻ ഏൽപ്പിച്ചു തന്നു. കർത്താവായ യേശു നമ്മുടെ പാപങ്ങൾ വഹിച്ചു. നമ്മുടെ പാപം മുഴുവൻ യേശു ഏറ്റെടുത്തു. നമ്മുടെ പാപം ഏറ്റെടുത്ത് നമുക്ക് വേണ്ടി യേശു കുരിശിൽ മരിച്ചു. യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ നമുക്ക് പാപവിമോചനം തന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ലോകത്ത് മനുഷ്യരാരും പാപമോചനം തരികയില്ല. നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഒരു മനുഷ്യനും പാപം മോചിക്കുകയില്ല, ഒരു മനുഷ്യനും ശാപം മാറ്റുകയുമില്ല.
സംശയിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. ഒരു കൂട്ടായ്മയും ശാപം മാറ്റുകയില്ല, ഒരു കൂട്ടായ്മയും പാവം മാറ്റുകയുമില്ല. പാവം മാറ്റുന്ന ഒരേ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ. പാപിക്ക് വേണ്ടി കുരിശിൽ മരിച്ച രക്ഷകനായ മിശിഹാ തമ്പുരാൻ മാത്രം, കർത്താവായ യേശു ക്രിസ്തു മാത്രം. ദൈവത്തിന് സ്തോത്രം. സ്നേഹിതരെ, നിങ്ങൾ വിശ്വസിക്കൂ, നാം വന്നിരിക്കുന്നത് കർത്താവായ യേശുവിൻ്റെ പാദപീഠത്തിലേക്കാണ്. നമ്മുടെ പാപങ്ങൾ അറിയുന്ന ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്ക് നാം വന്നിരിക്കുകയാണ്. അവൻ നമ്മെ കാണുന്നു, അവൻ നമ്മെ സ്നേഹിക്കുന്നു. നമ്മുടെ പാപം പോക്കാൻ കുരിശിൽ മരിച്ചവൻ ഇന്ന് ഇത് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അരികത്ത് വന്ന് അവൻ നമ്മോട് ഹൃദ്യമായി ചോദിക്കുന്നു, മകനേ, നിനക്ക് പാപക്ഷമ വേണമോ? മകളെ, നിനക്ക് പാപമോചനം വേണമോ? ഞാൻ നിന്നെ അതിക്രമങ്ങളിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിക്കാം. മരിച്ചു കിടക്കുന്ന കിടപ്പിൽ നിന്ന് നിന്നെ ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കാം. നിനക്ക് ഞാൻ ജീവൻ തരാം. ഞാൻ കുരിശിൽ മരിച്ചത്, എൻ്റെ ജീവൻ വെടിഞ്ഞത് നിനക്ക് ജീവൻ തരാനാണ്. ഞാൻ കുരിശിൽ മരിച്ചത്, എൻ്റെ രക്തം ചിന്തിയത്, ജീവരക്തം ഊറ്റിയത് നിനക്ക് ജീവൻ തരാനാണ്. നീ അത് വിശ്വസിക്കുക. നീ ഒരു കാര്യം മാത്രം വിശ്വസിക്കൂ. നിനക്കത് മനസ്സിലാവുകയില്ലെങ്കിലും നീ വിശ്വസിക്കുക മാത്രം ചെയ്യൂ. നീ ഒരു പാപിയാണെന്ന് നിനക്കറിയാമല്ലോ, അതിൽ സംശയമില്ലല്ലോ. നീ ഒരു പാപിയാണ്. എന്നാൽ പാപമില്ലാത്ത ക്രിസ്തു നിനക്ക് വേണ്ടി ക്രൂസിൽ മരിച്ചു. അത് നീ വിശ്വസിക്കൂ. ദൈവത്തിന് സ്തോത്രം. നീ ഇനി എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ യേശുവേ, എൻ്റെ പാപം പോക്കി എന്നെ കഴുകണമേ. നിങ്ങൾ പ്രാർത്ഥിക്കൂ. പാപമില്ലാത്ത ഒരു വിശുദ്ധ ജീവിതം ഞാൻ കൊതിക്കുകയാണല്ലോ കർത്താവേ. പാപമില്ലാത്തൊരു ജീവിതത്തിന് ഞാൻ അതിയായി ആഗ്രഹിക്കുകയാണല്ലോ. അതെൻ്റെ വാഞ്ചയാണല്ലോ. ഇപ്പോൾ കർത്താവേ, നീ എൻ്റെ അരികത്തേക്ക് വന്ന് നിന്റെ തൃക്കരവിൻ്റെ ശിരസിൽ വെച്ച് പാപങ്ങൾ കഴുകി തരണമേ. അതിക്രമങ്ങളിൽ മരിച്ചു കിടക്കുന്ന എനിക്ക് ഒരു ഉയർത്തെഴുന്നേൽപ്പ് തരണമേ. പാപത്തിൽ മരിച്ചു കിടക്കുന്ന എനിക്ക്, പാപത്തിൻ്റെ വിഷമുള്ളേറ്റ് മരിച്ചുപോയ എനിക്ക്, പാപത്തിൻ്റെ കൊടുംക്രൂര വിഷമേറ്റ് മരണപ്പെട്ട് കിടക്കുന്ന എൻ്റെ കർത്താവെ, മരിച്ചു കിടക്കുന്ന എനിക്ക് ഇപ്പോൾ നീ എനിക്കൊരു ജീവൻ തരണമേ. എൻ്റെ മേൽ നിൻ്റെ ജീവൻ പകരണമേ. എൻ്റെ പാപങ്ങൾ ക്ഷമിച്ചു തരണമേ. എണ്ണിയാൽ തീരാത്ത പാപങ്ങളാണ് എനിക്ക് വന്നുപോയത്. എനിക്ക് ഓരോന്നോർത്തോർത്ത് പറഞ്ഞാൽ തീരുകയില്ല, എഴുതിയാൽ തീരുകയില്ല. ഓരോ ദിവസവും എണ്ണിയാൽ തീരാത്തത്ര പാപങ്ങൾ വന്നു പോകുന്നു. എൻ്റെ വാക്കുകളിൽ പാപം വന്നു പോകുന്നു, എൻ്റെ സംസാരത്തിൽ പാപം വന്നു പോകുന്നു, എൻ്റെ ചിന്താഗതികളിൽ പാപം വന്നു പോകുന്നു, എൻ്റെ മനോഭാവത്തിൽ പാപം വന്നു പോകുന്നു, എൻ്റെ ആഗ്രഹങ്ങളിൽ പാപം വന്നു പോകുന്നു, എൻ്റെ മോഹങ്ങളിൽ പാപം വന്നു പോകുന്നു, എൻ്റെ കാഴ്ചപ്പാടിൽ പാപം വന്നു പോകുന്നു. മറ്റുള്ളവരെക്കുറിച്ച് ഞാൻ ചിലപ്പോൾ വിധിച്ചു പോകുന്നു, അവരെ ഞാൻ കുറ്റം വിധിച്ചു പോകുന്നു, അവരുടെ ദൂഷ്യം ഞാൻ പറഞ്ഞു പോകുന്നു, അല്ല ഞാൻ ചിന്തിച്ചു പോകുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ ജീവിതത്തിൽ പാപം, അഹങ്കാരം എന്നിൽ മുറ്റിയിരിക്കുന്നു. ഞാൻ മറ്റുള്ളവരെക്കാൾ ഭേദമാണെന്ന് ചിന്തിക്കുന്നു. എനിക്ക് പല പല പാപങ്ങൾ വന്നിരിക്കുന്നു. എനിക്ക് ദ്രവ്യാഗ്രഹമുണ്ട്, എനിക്ക് സ്വാർത്ഥതയുണ്ട്. കർത്താവെ, ഇന്നിന്ന കാര്യങ്ങളിൽ എൻ്റെ സ്വാർത്ഥത തെളിഞ്ഞു വന്നിരിക്കുന്നു. നാഥാ, ഇന്ന് ഈ വാക്കുകളെ കേൾക്കുമ്പോൾ നിൻ്റെ ആണിപ്പാടുള്ള ആ തിരക്തം പുരണ്ട കരം ഇപ്പോൾ എൻ്റെ തലമേലൊന്ന് വയ്ക്കുമോ? നീ എന്നെ ഒന്ന് കഴുകുമോ? എന്നെ നീ ഒന്ന് ശുദ്ധീകരിക്കുമോ? എന്നെ നീ ഒന്ന് വെടിപ്പാക്കുമോ? എൻ്റെ പാപങ്ങൾ കഴുകി തന്ന് ഒരു പുതിയ മനുഷ്യനായി എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കുമോ? നിങ്ങൾ പ്രാർത്ഥിക്കൂ പ്രിയപ്പെട്ടവരെ. നിങ്ങൾ ആവശ്യക്കാരായി യാചിക്കൂ. ഹൃദയം കാണുന്ന ദൈവം, ആഗ്രഹങ്ങൾ മാനിക്കുന്ന ദൈവം, ഹൃദയവാഞ്ചകൾ അറിയുന്ന ദൈവം ഇന്ന് നിങ്ങളിത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേൽ തൻ്റെ കരം വെച്ച് നിങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ചു തരും. പാപമോചനത്തിൻ്റെ സൗഖ്യം നിങ്ങൾക്ക് തരും. നിങ്ങൾക്ക് ആത്മാവിൽ ഉയർത്തെഴുന്നേൽപ്പ് തരും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനെ, മനോഹരമായ ഈ സമയത്തിനായി സ്തോത്രം. കൃപയുടെ വചനങ്ങൾക്കായി സ്തോത്രം. പാപമോചനം തരുന്ന ക്രിസ്തുവിൻ്റെ ക്രൂശിലെ നിത്യസ്നേഹത്തിനായി സ്തോത്രം. അപ്പോൾ അവിടുത്തെ മക്കളായി ഞങ്ങൾ അവിടുത്തെ പാദപീഠത്തിൽ ചേർന്നിരിക്കട്ടെ. അവിടുത്തെ കരം ഞങ്ങളിൽ നിന്ന് മാറരുതേ. കൃപയുടെ കരം മാറരുതേ. അന്ത്യത്തോളം നിലനിർത്തണമേ. ഒരു കാരണവശാൽ ഇടർച്ച വരാതിരിക്കാൻ ഭാഗ്യം തരണമേ. യേശുവേ, ശത്രു ഞങ്ങളെ റാഞ്ചിക്കൊണ്ട് പോകാതെ ഞങ്ങളെ കാക്കണമേ. രക്തത്തിൽ ഞങ്ങളെ മറയ്ക്കണമേ. ഈയോവിന് ചുറ്റും വേലി കെട്ടി കാത്തതുപോലെ ഞങ്ങൾക്ക് ചുറ്റും വേലി കെട്ടി കാക്കണമേ. തിരുനാമം മഹത്വപ്പെടുത്തണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.